ആ സ്നേഹത്തിന്റെ പേരിൽ കണ്ണീരിറ്റ് വീണിട്ടില്ലെങ്കിൽ, ആ സ്നേഹത്തിന്റെ പേരിൽ ജീവിതത്തിൽ സാക്രിഫൈസുകൾക്ക് റെഡിയല്ലെങ്കിൽ, ആ സ്നേഹത്തിന്റെ പേരിൽ ഒരു CD കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആ സ്നേഹത്തിന്റെ പേരിൽ നമുക്ക് പ്രവാചകന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പ്രവാചകന് പ്രവാചകത്വം കിട്ടുന്നത് മുതൽക്ക് ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ചില അധ്യായങ്ങളുണ്ട്. അതെന്താണ്? നോക്കൂ നിങ്ങൾ, ആദ്യത്തെ പ്രസംഗം തൗഹീദിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നടത്തുന്ന ആദ്യത്തെ പ്രസംഗം നടക്കാനിരിക്കുകയാണ്. എല്ലാവരും മുന്നിലെത്തി. പ്രസംഗം കഴിഞ്ഞപ്പോൾ, മനുഷ്യരെ, നിങ്ങൾക്കൊരു ലോകം വരാനുണ്ട്. മരണത്തിന്റെ ശേഷം നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കേണ്ട ലോകം, അല്ലേ? ആരൊക്കെ എങ്ങനെയൊക്കെ മറചെയ്യപ്പെട്ടവരാണെങ്കിലും എണീറ്റ് വരേണ്ട ലോകം. നിങ്ങൾ ആരാധിക്കേണ്ടത് റബ്ബിനെയാണെന്ന സാരാംശം പറഞ്ഞപ്പോൾ ആദ്യം എതിർത്തത് മൂത്താപ്പയാണ്. തബ്ബല്ലക യാ മുഹമ്മദ്. അവിടെ ആരംഭിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളും നമുക്ക് വേണ്ടി എടുത്ത റിസ്കുകളും. സുഹൃത്തുക്കളെ, പിന്നെ സമൂഹത്തിൽ ഏറ്റവും സ്വീകരിക്കപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം കള്ളനും ആളുകളെ തമ്മിൽ തെറ്റിക്കുന്നവനും ഒക്കെയായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തൻ്റെ 2 പെൺകുട്ടികളെ ത്വലാഖ് ചൊല്ലി വീട്ടിലാക്കി. അത് എനിക്കും നിങ്ങൾക്കും പറ്റൂല, എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഈ ആയിരങ്ങൾക്ക് പറ്റില്ല. പക്ഷേ നമ്മളൊരുക്കിയ ഈ കൗതുകത്തിൻ്റെ മഹാസംഗമത്തെ, പ്രതിസന്ധികൾക്കിടയിൽ നിന്ന് ഉയർക്കൊണ്ട ഈ മഹാസംഗമത്തെ കാണാൻ വേണ്ടി വന്ന എൻ്റെ 2 സൈഡിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആളുകൾക്കറിയാം എന്ത്. ഒരു ദിവസം മണിക്കൂറിന്റെ വ്യത്യാസം കൊണ്ട് 2 പെൺകുട്ടികളെ ത്വലാഖ് ചൊല്ലി വീട്ടിലാക്കി. ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന പിതാവിന്റെ മാനസികാവസ്ഥ. റസൂലുള്ളാഹി സഹിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദുർ റസൂലുള്ളാഹും എന്നുവേണ്ട അന്ത്യ ദിനം വരെയുള്ള ഇസ്ലാമിക വിശ്വാസങ്ങൾക്കും വേണ്ടിയായിരുന്നു. മകളെ ഒട്ടകപ്പുറത്ത് നിന്ന് ചവിട്ടി താഴെയിട്ടു. ഗർഭം അലസിപ്പോയി. ഗർഭം അലസിയതിന്റെ വേദന ഒരു ഭാഗത്ത്, തൻ്റെ ഗർഭാശയ ഭിത്തികളിൽ വളർന്നു തുടങ്ങിയ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം മറുഭാഗത്ത്. ആ മകളുടെ മുടിയിഴകളിലൂടെ തലയോടി, മോളെ സാരല്ല, അള്ളാഹു നിന്നെ സഹായിക്കും എന്നാശ്വസിപ്പിക്കേണ്ടി വരുന്ന രംഗങ്ങൾ. അതും സഹിക്കാം. മദീനയിൽ അങ്ങാടി ആ പ്രവാചകനെ കുറിച്ച് ചർച്ച ചെയ്തു. എന്താ? ആയിഷ ബീവി മറ്റൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന്. വിവാഹിതരായവർക്ക് അതറിയൂ. ഒരുത്തൻ്റെ ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് അങ്ങാടിയിൽ മാർക്കറ്റിൽ വർത്തമാനം പറയപ്പെടുന്ന ദിവസങ്ങൾ ലഭിക്കുന്നതിലേറെ മെച്ചം ലോകം മുഴുവൻ തലയിൽ വെച്ചു കൊടുക്കലായിരിക്കും. അത്തരം പ്രതിസന്ധികളുടെ ദിനങ്ങളിലൂടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. ആരാധനയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കഅബാലയത്തിലേക്ക് കയറി ചെന്നപ്പോൾ ഇബ്രാഹിം പ്രവാചകന്റെ ഓർമ്മകൾ അലയടിക്കുന്ന ഇബ്രാഹിം പ്രവാചകനും അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിലും ചുമലിൽ കല്ലേറ്റി ഉണ്ടാക്കിയ അവരുടെ വിയർപ്പിന്റെ ഗന്ധവും അവരുടെ കാലടിപ്പാടുകളുടെ നേർത്ത ശബ്ദവും ഉയരുന്ന, അവരുടെ വിയർപ്പിന്റെ ഗന്ധവും അവരുടെ കാലടിപ്പാടുകളുടെ നേർത്ത ശബ്ദവും ഉയരുന്ന മക്കയിലെ കഅബാലയത്തിന്റെ പരിസരത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട്, നെറ്റിത്തടം, ദൈവം നൽകിയ നെറ്റിത്തടം കൊണ്ട് അവൻ സൃഷ്ടിച്ച ഭൂമിയിലെ സുജൂദിന്റെ അവകാശം നിഷേധിക്കപ്പെട്ട് ഒറ്റക്കിരുന്ന് കരയേണ്ടി വന്ന ദിനങ്ങൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. പ്രവാചകരെ അതിൻ്റെയുമൊക്കെ കുറെ ഇപ്പുറത്ത് ദാറുൽ അർക്കമിന്റെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഒരാളെ കിട്ടുമ്പോൾ ഓലമേഞ്ഞ കുടിലിൽ കാതിൽ പലതും പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നു. ശബ്ദമുയരുമ്പോൾ ശബ്ദം താഴ്ത്തണമെന്ന് നിർദ്ദേശം വരുന്നു. പുറത്തുനിന്ന് ചവിട്ടടിപ്പാടുകൾ കേൾക്കുമ്പോൾ കൊല്ലാൻ വരുന്നതാകുമോ? ഈത്തപ്പനയോലകൾ മെല്ലെ മാറ്റി നോക്കുന്നു. ആരാണ് വരുന്നത്? അല്ലേ? ഇങ്ങനെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ട ദിനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഉമ്മാന്റെ വീട്ടുകാർ സഹായിക്കുമെന്ന് വിചാരിച്ച് ത്വായിഫിലെത്തിയപ്പോൾ ഗൂഢാലോചന നടത്തി. ത്വായിഫിലെ തെമ്മാടി പിള്ളാരുടെ ഉരുളൻ കല്ലുകൾ തന്റെ നേരെ വരുമ്പോൾ പ്രവാചകൻ ജീവൻ രക്ഷാർത്ഥം ഓടുകയാണ്. ജനങ്ങളെ, വിദ്യാർത്ഥികളെ, ആലോചിച്ചു നോക്കൂ നിങ്ങൾ. മക്കയിൽ നിന്ന് രക്ഷ തേടി ത്വായിഫിലെത്തിയ പ്രവാചക തിരുമേനി, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂമാല കെട്ടുന്നതിന് പകരം കട്ടറോട്ടിലൂടെ കരിങ്കല്ലിന്റെ ഏറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുതിച്ചോടിയത് നമുക്ക് വേണ്ടിയായിരുന്നുവെന്ന തിരിച്ചറിവാണ് ഹൃദയത്തിൽ പ്രവാചകനെ സ്ഥാപിക്കാൻ നമുക്ക് പ്രേരണയാകേണ്ടത്. അങ്ങനെ മലയടിവാരത്തിലിരിക്കുമ്പോൾ മലകളുടെ ഉത്തരവാദിത്തമുള്ള മലക്ക് വരുമ്പോൾ
ഇത് മുഴുവൻ അവരുടെ തലയിൽ ഞാൻ കൊണ്ടുപോയി തള്ളട്ടെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഈത്തപ്പന മരത്തിൻ്റെ താഴെ ഇരുന്ന് ആശ്വാസത്തിൻ്റെ തണൽ മരത്തിന് താഴെ ഇരുന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. നോക്കൂ നിങ്ങൾ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി ഭക്ഷണം വിളമ്പുന്നു. താൻ കൂട്ടിക്കൊണ്ടുപോയ കൂട്ടുകാരൻ മുന്നിൽ പിടഞ്ഞു മരിക്കുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണേണ്ടി വന്നു. ജൂത സ്ത്രീയുടെ വിഷം പുരട്ടിയ ഭക്ഷണത്തിന്റെ വേദന മരണത്തിന്റെ തൊണ്ടക്കുഴിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു. എനിക്ക് കിട്ടിയ കേവലം മിനിറ്റുകളിൽ എൻ്റെ മനസ്സിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് തെളിഞ്ഞ ചില ഫ്ലാഷ് ബാക്കുകൾ ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രോഫ്കോൺ വേണ്ട, നാട്ടിലൊരു പൊതുപരിപാടി ഓർഗനൈസ് ചെയ്യണമെങ്കിൽ ഓർഗനൈസർ എന്തൊക്കെ അനുഭവിക്കണം, എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കണം അല്ലേ? അതിനാളെ വിളിക്കണം, പോസ്റ്റർ ഒട്ടിക്കണം, നോട്ടീസ് അടിക്കണം, CR നിങ്ങൾ വിടിയും. നമ്മൾ സ്ഥിരം നടത്തുന്ന CRക്ക് വേണ്ടി എന്തൊക്കെ റിസ്ക് എടുക്കണം. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹ് ജീവിതകാലത്ത് നയിച്ച 70 യുദ്ധങ്ങൾക്ക് റസൂലുള്ളാഹ് എന്തുമാത്രം പ്രതിസന്ധികളുടെ സ്വാഗത സംഘമായിരിക്കും സുഹൃത്തുക്കളെ രൂപീകരിച്ചത്. ഉജ്ജ്വലമായ ഹൃദയത്തെ ഇളക്കേണ്ട ഒരു കാര്യമാണിത്, ഒരു ചിന്തയാണിത്. എന്താ റസൂലുള്ളാഹിക്ക് ശാന്തമായ സദസ്സിനോട് സംഭാഷണം നടത്താനുള്ള വേദിയല്ല ഒരുക്കേണ്ടി വന്നത്, മറിച്ച് കളിക്കൂട്ടുകാരന്റെ കഴുത്തിൽ കത്തിവെക്കാൻ, പിതാവിന്റെ കഴുത്തിൽ കത്തിവെക്കാൻ എല്ലാ അർത്ഥത്തിലുമുള്ള നിയന്ത്രണങ്ങൾ പ്രവാചകനെ നഷ്ടപ്പെട്ടപ്പോൾ അഭയാർത്ഥി ക്യാമ്പിൽ കയറി അതിക്രമിക്കുന്ന വൃത്തികെട്ട സംസ്കാരത്തിന് മക്കയിലെ മനുഷ്യർ സന്നദ്ധരാകുമ്പോഴാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിനൊരുങ്ങുന്നത് തന്നെ. അവിടെ സമ്പത്ത് വേണം, ആൾബലം വേണം, മറ്റൊരുത്തന്റെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ, അവൻ ഇങ്ങോട്ട് വെട്ടുമ്പോൾ വെട്ടാൻ ആയുധ പരിശീലനം കിട്ടാത്ത മനുഷ്യർക്ക് കോൺഫിഡൻസ് കൊടുക്കണം. എന്തെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യണം. ഇങ്ങനെ ഞാൻ ഓടിച്ചു പറയാണ്, എനിക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു വസിയത്താണ്. പ്രോഫ്കോൺ കഴിഞ്ഞെത്തിയാൽ പോസിറ്റീവായ പ്രവാചക ജീവിതത്തിന്റെ വായന വേണം. റസൂലുള്ളാഹിയുടെ ജീവിതം എങ്ങനെയൊക്കെയായിരുന്നു, എന്തായിരുന്നു, എനിക്ക് വേണ്ടി എൻ്റെ നബി എന്തൊക്കെ റിസ്ക് എടുത്തു എന്നത് ആലോചിക്കാൻ സുഹൃത്തുക്കളെ നമുക്ക് സമയം വേണം. ശരി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞതുകൊണ്ട് പ്രവാചകന്റെ സ്വഹാബത്തിന് പലതും ചെയ്യാൻ സാധിച്ചു. ഉഹദ് മലയുടെ മുകളിൽ നിന്ന് AK-47 സ്ഥാനത്ത് അന്ന് ഉപയോഗിച്ച വില്ലിൽ നിന്ന് വന്ന അമ്പുകൾ മാറത്തേക്ക് ഏറ്റുവാങ്ങാനും ചീറ്റിത്തെറിക്കുന്ന മനുഷ്യരക്തം ഒഴുകിയ മണ്ണിൽ മറിഞ്ഞു വീഴാനും സ്വഹാബത്തിന് കഴിഞ്ഞത് അവര് പ്രവാചകൻ പറഞ്ഞ വരികളിലെ സയന്റിഫിക്കായ കാര്യങ്ങൾ ശാസ്ത്രത്തിന്റെ ലാബിൽ നിന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടല്ല. ശ്രദ്ധിക്കുക, എനിക്കും നിങ്ങൾക്കും പ്രവാചകനെ ബോധ്യപ്പെടണമെങ്കിൽ ഒരുപക്ഷെ ലാബിൽ പോയാലും പ്രവാചകനെ ബോധ്യപ്പെടും, ലാബിൽ പോയാലും പ്രവാചകനെ തിരിച്ചറിയും. ലാബിലെ അനലൈസേഷനുകൾ കഴിയുമ്പോൾ പ്രവാചകൻ പറഞ്ഞതാണ് സത്യമെന്ന് തെളിയും. അവിടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറയാൻ കഴിയും. ലാബും ലബോറട്ടറിയും ടെസ്റ്റും ടെസ്റ്റ് ട്യൂബും ഇല്ലാത്ത കാലത്ത് പ്രവാചകന് വേണ്ടി അവർക്ക് വിരിമാറി കാണിക്കാൻ സാധിച്ചു. പ്രവാചകന് വേണ്ടി സർവം സമർപ്പിക്കാൻ